ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും കോൺഗ്രസിനെതിരെയും ഒക്കെയുള്ള കടന്നാക്രമണങ്ങൾ BJPയും CPMും ഈ അടുത്ത കാലത്തൊന്നും അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റും BJPയും ചേർന്ന CJP എന്നൊരു സംഘടനാ സംവിധാനം കേരളത്തിൽ രൂപപ്പെട്ടുവെന്നും അവരുടെ ലക്ഷ്യം കോൺഗ്രസിൻ്റെ ഒന്നാകെ ചോരയും പതനവുമാണ് എന്നും ഒക്കെയുള്ള നിരവധി വിലയിരുത്തലുകൾ ഇതോടകം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് ശരിവെക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്ന വിധത്തിൽ നിരവധിയായ സംഭവ വികാസങ്ങളാണ് കേരളത്തിൽ ഈ അടുത്ത കാലത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം, സ്ക്രീൻഷോട്ട്, ഓഡിയോ ക്ലിപ്പ്, റിപ്പോർട്ടർ വാർത്ത ഇത്രയുമായപ്പോഴേക്കും ഒരു വശത്ത് CPM, ഒരു വശത്ത് BJP, രണ്ടു കൂട്ടരും രാഹുൽ മാങ്കൂട്ടത്തിനെ ടാർഗറ്റ് ചെയ്ത് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. പരാതി എവിടെ, FIR എവിടെ, കേസ് എവിടെ, കോടതി ഇടപെടൽ എവിടെ തുടങ്ങിയ ഒരു ചോദ്യവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരു ചിന്തയും ഉണ്ടായില്ല. ലക്ഷ്യം രാഹുലിൻ്റെ വീഴ്ച തന്നെയായിരുന്നു. കുറെ കോൺഗ്രസ് നേതാക്കൾ തങ്ങളുടെ മുഖച്ഛായ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തകരുടെ, പാർട്ടിയുടെ, അണികളുടെ വികാരത്തിനപ്പുറം നിന്നുകൊണ്ട് രാഹുലിനെ വെട്ടിവീഴ്ത്താൻ കൂടെ നിൽക്കുകയോ നിശബ്ദമായി കൈകെട്ടിയിരിക്കുകയോ ചെയ്തു. പക്ഷേ അതിനൊക്കെ അപ്പുറമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനുള്ള വലിയ 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 പിന്തുണ. ആ പിന്തുണയ്ക്ക് മുന്നിൽ പകച്ചു പോവുകയായിരുന്നു സത്യത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളും BJPയും CPMും. വളരെ വേഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുമെന്നും പിന്നാലെ ഷാഫി പറമ്പിലിനെ വേട്ടയാടാമെന്നും ഒരു വശത്ത് BJP സന്ദീപ് വാര്യരെയും കുരുക്കാമെന്നും ഇവരെയൊക്കെ വലിച്ചു താഴെയിട്ട് കോൺഗ്രസിൽ വളർന്നു വരുന്ന പുതിയ തലമുറയുടെ എന്നേക്കുമായുള്ള നാശം ഉറപ്പുവരുത്താമെന്നും ഒക്കെ ആയിരിക്കും CPMും BJPയും സ്വപ്നം കണ്ടിട്ടുണ്ടാവുക. പക്ഷേ പൊതുജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ, കോൺഗ്രസിൻ്റെ അനുഭാവികൾ, കോൺഗ്രസിൻ്റെ പാവപ്പെട്ട സാധാരണക്കാരായ പ്രവർത്തകർ ഒക്കെ ഒറ്റക്കെട്ടായി ഈ നീക്കം തിരിച്ചറിഞ്ഞുകൊണ്ട് രാഹുലിന് പ്രതിരോധം തീർത്തു. ഇതോടെ വളരെ ഗൗരവതരമായ രണ്ട് കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. H. ഹഫീസ് എന്ന പൊതുപ്രവർത്തകനാണ് പരാതി കൊടുത്തത്, ഇരകളല്ല. ആ പരാതിയിൽ ഷാഫിക്കും ശ്രീകണ്ഠനും ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്ന് എഴുതി ചേർത്തിട്ടുള്ളത് അവരെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കുമെന്ന് കരുതേണ്ടിയിരിക്കുന്നു. അതിന് പിന്നാലെ BJP സന്ദീപ് വാര്യർക്കെതിരെ ഒരറ്റത്തും തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വലിയ നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വലിയ വലിയ നീക്കങ്ങൾ നടക്കുകയാണ്. ഷാഫി പറമ്പിലിനെ പുറത്തിറങ്ങാൻ അനുവദിക്കാതിരിക്കുക, വഴിയിൽ തടയുക, വെല്ലുവിളിക്കുക, പെണ്ണ് കേസ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക, നാറ്റിക്കാൻ ശ്രമിക്കുക, അങ്ങനെ 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 DYFIയുടെ ഭാഗത്ത് നിന്ന് വലിയ കളികൾ നടക്കുന്നുണ്ട്. ഇന്ന് ഷാഫി പറമ്പിൽ നെഞ്ച് നിവർത്തി നിന്ന് ബാടാ ഇങ്ങോട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഒറ്റ ഒരുത്തരെ കണ്ടില്ല. പിന്നെ DYFI സംസ്ഥാന നേതാവ് വന്നിട്ട് പറയുക, ഇനി ഞങ്ങൾ ഷാഫിയെ വഴിയിൽ തടയില്ല എന്ന്. ഉളുപ്പുണ്ടാ നിനക്കൊക്കെ എന്ന് ചോദിക്കുകയാണ് ജനങ്ങൾ. കാരണം മറ്റൊന്നുമല്ല, ഷാഫിയെ വഴിയിൽ തടഞ്ഞ ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, ആ പ്രക്രിയ എന്തിൻ്റെ പേരിലാണ് എന്ന് ഇപ്പോഴും ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ കേസിലെ ആളെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നാലെ പോവുക. സംശുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന, ഇന്ന് വരെ ഒരു പരാതിയും കേൾപ്പിച്ചിട്ടില്ലാത്ത, ജനഹൃദയങ്ങളിൽ ആഴത്തിൽ ചേക്കേറിയ ഷാഫി പറമ്പിലിനെ നിങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നിങ്ങൾക്ക് തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ വന്നിരിക്കുന്ന ചില DYFIയുടെ പോസ്റ്റുകൾ നോക്കുക. ഗർഭം കലക്കാൻ കൂട്ടുനിന്നപ്പോൾ ഈ ആക്രോശം ഉണ്ടായില്ലല്ലോ, മാധ്യമങ്ങളുടെ മുന്നിൽ ഷോ കാണിച്ചാൽ DYFI പ്രതിഷേധം നിർത്തുമെന്ന് ഷോഫി കരുതണ്ട. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം DYFI ടീമിൻ്റെയൊക്കെ നിലവാരം എത്രത്തോളം താന്നുപോയി എന്ന്. ഷാഫി പറമ്പിലിനെതിരെ ഒരാൾ പോലും രംഗത്ത് വന്നില്ലെങ്കിലും ഇവനൊക്കെ ഷാഫിയുടെ ചോര വേണം. അത് ഷാഫി പറമ്പിലിന് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ഇവൻ്റെയൊക്കെ നെഞ്ചാങ്കൂടിനിട്ട് ഇടിക്കുന്ന വിധത്തിൽ ഷാഫി കൃത്യമായി ഒരു പ്രതികരണം, ഒരു പൊതുപ്രസംഗം നടത്തിയത് ഒന്ന് കാണാം. ഞാൻ പറയുന്ന ഒരു പ്രതിഷേധത്തെയും ഞങ്ങൾ ആരും അടിച്ചമർത്താൻ ആഗ്രഹിക്കുന്നില്ല. പ്രതിഷേധിക്കാനുള്ള, ജനാധിപത്യ പ്രതിഷേധങ്ങൾ നടത്താനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും നിലനിൽക്കും. പ്രതിഷേധങ്ങൾക്ക് ഒരു ലോജിക്കുമില്ലെങ്കിൽ പോലും ജനാധിപത്യ പ്രതിഷേധങ്ങൾക്കുള്ള അവകാശങ്ങൾക്ക് വേണ്ടി നിലനിൽക്കും. പക്ഷേ അതിന്റെ പരിധി കടന്ന് ഭയപ്പെടുത്താനൊക്കെ ശ്രമിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്, ഞങ്ങളും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങളെയും സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത് ജനങ്ങളാണ്. ഞങ്ങളെയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വോട്ട് ചെയ്യുന്നതും ജയിപ്പിക്കുന്നതും പരാജയപ്പെടുത്തുന്നതും ഒക്കെ ജനങ്ങളാണ്.
ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റുന്ന കാര്യത്തിൽ ആര് തടസ്സമായി നിന്നാലും ഞാൻ പറയുന്നു, അതിക്രമങ്ങളില്ല, അക്രമങ്ങളില്ല. പക്ഷെ ഒരാളുടെ മുമ്പിലും പിന്തിരിഞ്ഞോടാനോ മുട്ടുമടക്കാനോ ആഗ്രഹിക്കുന്നുമില്ല, അങ്ങനെ ഒട്ട് ചെയ്യാനും പോകുന്നില്ല എന്നുള്ളത് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും കൂടുതലായിട്ട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് അത്രയും പ്രധാനപ്പെട്ട ഒരു സമരവേദിയാണ്. കൂടുതലായിട്ട് അതിന്റെ വിശദാംശങ്ങളിലേക്കും അവിടെ ഉപയോഗിച്ച പദപ്രയോഗങ്ങളൊന്നും ഈ വേദിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ജനാധിപത്യം കൽപ്പിച്ചു നൽകുന്ന അവകാശങ്ങളുണ്ട്. അത് ആരുടെ ഔദാര്യമൊന്നുമല്ല, അത് ഭരണകൂടത്തിന്റെ ഔദാര്യമൊന്നുമല്ല. അതുകൊണ്ട് അതുമൊക്കെയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തിണ്ണമെടുക്ക് കൊണ്ടൊന്നും ആരും അതിന് തടസ്സം നിൽക്കാൻ ശ്രമിക്കരുതെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ സമര സംഗമത്തെ നിങ്ങൾ ഉജ്ജ്വലമാക്കി, അത്യുജ്വലമാക്കി, ഇങ്ങനെ തോരാതെ പെയ്യുന്ന മഴയത്തും ഇതുപോലെ വലിയ ജനക്കൂട്ടം, ആൾക്കൂട്ടം ഈ ഉപവാസ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അടുത്ത 48 മണിക്കൂറിൽ ഇവിടെ നടക്കുന്ന സമ്മേളനങ്ങളിൽ, അടുത്ത 48 മണിക്കൂറിൽ ഇവിടെ നടക്കുന്ന പ്രസംഗങ്ങളിൽ, അവിടുത്തെ 48 മണിക്കൂറിൽ ഇവിടെ നടക്കുന്ന പ്രചരണങ്ങളിൽ, ഇതാ ആ പ്രചരണങ്ങളിലെല്ലാം ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കണ്ടെത്തണമെന്ന ഒരു പ്രസ്ഥാനത്തിന്റെ, ഒരു മുന്നണിയുടെ ആവശ്യങ്ങളെയാണ് മുന്നോട്ട് വെക്കുന്നത്. അതിന് അനിവാര്യമായ രാഷ്ട്രീയ മാറ്റം വേണ്ടതെങ്കിൽ അത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ അവകാശം ജനങ്ങൾക്കുണ്ട്. അവരുടെ മുമ്പിലേക്കാണ് ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ വെക്കുന്നത്. അവരുടെ മുമ്പിലേക്കാണ് ഈ കാര്യങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാവാൻ, ഒരു മാറ്റം വേണമെന്നുള്ള അഭ്യർത്ഥന ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. നോക്കുക, വേട്ടയാടാൻ വരുന്നവർക്ക് ഷാഫി പറമ്പിലിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്താലും, മുഖ്യമന്ത്രി വന്ന് വാർത്താ സമ്മേളനം വിളിച്ചാലും, ഇനിയല്ല ഷാഫി പറമ്പിലിനെ വഴിയിൽ തടഞ്ഞാലും ഒക്കെ ക്ഷമിച്ചും സഹിച്ചും കയ്യും കെട്ടി നിൽക്കുന്ന ആ പരമ്പരാഗത പഴയ അഹിംസാവാദികളായ കോൺഗ്രസ്സുകാരല്ല ഇപ്പോൾ കോൺഗ്രസിലുള്ളത്. തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ അതിശക്തമായി പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും കഴിവുള്ള നേതൃത്വമാണ് ഇപ്പോഴുള്ളത്. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ തിരിച്ചടി CPM-നും BJP-ക്കും ഒരുങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അവരത് തുടങ്ങിക്കഴിഞ്ഞു എന്നു തന്നെ പറയണം. എന്തായാലും ഷാഫി പറമ്പിൽ ഇന്ന് നടു റോഡിൽ കാണിച്ച ആ ഷോ, അതിനെ ഷോ എന്ന് തന്നെ വിളിക്കണം. അത് വെറും ഷോയല്ല, ധൈര്യമുള്ള, ചങ്കൂറ്റമുള്ള, രാഷ്ട്രീയപരമായി നിൽക്കുന്നവർക്കെതിരെ രാഷ്ട്രീയപരമായും, രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് വ്യക്തിപരമായി വേട്ടയ്ക്ക് വരുന്നവരെ ആ രീതിയിലും കൈകാര്യം ചെയ്യാനുള്ള ചങ്കൂറ്റമുണ്ടല്ലോ, ആ ചങ്കൂറ്റമാണ് ഷാഫി പറമ്പിലൂടെ കാണിച്ചത്. അത് അനിവാര്യമാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഷാഫിയൊക്കെ ഇവർ വലിച്ചു കീറി കൊത്തി തിന്നുവെന്നേ. എന്തിനാ ഇങ്ങനെ സഹിച്ചും കഷ്ടപ്പെട്ടും വിഷമിച്ചും ഒക്കെ നരകിക്കുന്നത്? പറയാനുള്ളത് പറയണം, ചെയ്യാനുള്ളത് ചെയ്യണം, ആർജവത്തോടെ മറുപടി പറയണം, ആർജവത്തോടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാതെ എവിടുന്നോ കേട്ട കുറച്ച് ഓഡിയോ ക്ലിപ്പും വീഡിയോ ക്ലിപ്പും കുറച്ച് സ്ക്രീൻഷോട്ടും വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തതിൻ്റെ പേരിൽ ഈ പറയുന്ന ഷാഫിയെ വേട്ടയാടുന്നതിനൊക്കെ എന്ത് പൊളിറ്റിക്കൽ ലോജിക്കാണുള്ളത്? അസഹിഷ്ണുത, കഴിവുകേട്. അതായത് ഷാഫിയൊക്കെ അതിജീവിക്കാനുള്ള രാഷ്ട്രീയപരമായ കഴിവില്ല എന്ന് സ്വയം തിരിച്ചറിയുന്ന ആ ഗതികെട്ട നിമിഷത്തിൽ തോന്നുന്ന തോന്നൽ വെച്ചിട്ടാണ് ഇവരൊക്കെ ഷാഫിയെ വേട്ടയാടാൻ ഇറങ്ങുന്നത്. എന്തായാലും ഇതൊക്കെ കോൺഗ്രസിന് വലിയ മൈലേജ് ആകുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഉറങ്ങിക്കിടന്ന കോൺഗ്രസിനെ ഉണർത്തിയെടുത്ത് അതിഗംഭീരമായി തിരിച്ചു കൊണ്ടുവരികയാണ് രാഷ്ട്രീയ എതിരാളികൾ എന്ന ഒരു ഒറ്റ വാക്കേ എനിക്കിതിൽ പറയാനുള്ളൂ.